കേന്ദ്ര സർക്കാർ FCRIയിൽ ചട്ടഭേദഗതി കൊണ്ടുവരുന്നത് നിക്ഷിപ്ത താൽപ്പര്യത്തോടെയാണ്. അത് രാജ്യത്തെ തങ്ങൾക്കിഷ്ടമില്ലാത്ത മതന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമാണ്. ഇത് സംബന്ധിച്ച പുതിയ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഘട്ടത്തിൽ തന്നെ നിയമം കൊണ്ടുവരാൻ കഴിയാത്ത വിധം വലിയ പ്രതിഷേധം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. പാർലമെൻറ്റിൽ അന്ന് ഇന്ത്യ ബ്ലോക്കിലെ MP മാർ ശക്തമായ പ്രതിഷേധം ഇത് സംബന്ധിച്ച് കൊണ്ടുവന്നു. ഗവൺമെൻറ് അതിൽ നിന്ന് അന്ന് പിന്നോട്ട് പോയി. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചട്ടഭേദഗതി കൊണ്ടുവന്നത് വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ബാർബേറിയൻ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഈ ചട്ടഭേദഗതികളെല്ലാം. സ്വന്തം റഡാറിൽ നിർത്തുകയാണ്. ഈ ഏജൻസികളുടെ, ഈ പറയുന്ന ഏജൻസികളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും റഡാറിലേക്ക് മതന്യൂനപക്ഷ സ്ഥാപനങ്ങളെയാകെ കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഭരണഘടന ഉറപ്പ് നൽകുന്ന ഇത്തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യം, അത് മതസ്വാതന്ത്ര്യമാകട്ടെ, അതോടൊപ്പം തന്നെ മതസ്ഥാപനങ്ങൾക്ക് ഏർപ്പെടാൻ കഴിയുന്ന മറ്റ് പ്രശംസനീയമായ ചാരിറ്റി പ്രവർത്തനങ്ങളാകട്ടെ, അതിനെയെല്ലാം സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ടുവരാനും അവരെ വേട്ടയാടുന്നതിനുമുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ പദ്ധതിയായിട്ടാണ് ഈ ചട്ടഭേദഗതിയെ കാണേണ്ടത്. ശക്തമായി ഇത് എതിർക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്, ഇന്ത്യയുടെ വിവിധ തെരുവുകളിൽ നമുക്കറിയാം സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള വിവിധ സന്ദർഭങ്ങൾ. ഛത്തീസ്ഗഡിൽ നമ്മൾ പോയതാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ പാസ്റ്റർമാർ ജയിലിലാണ്, മതപുരോഹിതർ ജയിലിലാണ്, കന്യാസ്ത്രീകളെ ജയിലിലടച്ചു. പുറത്തു വന്ന വാർത്തകൾ മാത്രമല്ല, ഒട്ടനവധി അല്ലാത്ത വാർത്തകളുമുണ്ട്. തെരുവിൽ കരിനിയമങ്ങൾ ഉപയോഗിച്ചും ആൾക്കൂട്ടത്തെ ഉപയോഗിച്ചും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൻ്റെ തുടർച്ചയാണ് ഈ ചട്ടഭേദഗതി എന്ന് വ്യക്തമാണ്. ഇത് അവരെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താനും വിലപേശാനുമുള്ള നീക്കമാണ് ഈ നടക്കുന്നത്. അതിൻ്റെ മുമ്പിൽ ജനാധിപത്യപരമായ പോരാട്ടങ്ങൾ അനിവാര്യമാണ്, നിയമ പോരാട്ടങ്ങൾ അനിവാര്യമാണ്. ശക്തമായ പ്രതിരോധവും ചെറുത്തുനിൽപ്പും ഇത് സംബന്ധിച്ച് ഉയർന്നു വരേണ്ടതുണ്ട് എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഗവൺമെൻറ് നീക്കം അങ്ങേയറ്റം അപലപനീയമാണ്. ഇന്ത്യ സഖ്യം എന്ന തരത്തിലാണ് ഒരു പ്രതിഷേധം, കാരണം ഇന്ത്യ സഖ്യം ഇപ്പം പല തട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു അങ്ങനെ ഒരു ഒരുമിച്ചുള്ള പ്രതിഷേധം സാധ്യതയുണ്ട്? അല്ല, അത് വേറൊരു പൊളിറ്റിക്കൽ സബ്ജക്റ്റാണ്. പക്ഷേ ഈ പ്രശ്നം അതീവ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ഇത് ജനങ്ങളാകെയാണ് നിരക്കണം എന്നുള്ളതാണ്. ഞങ്ങളുടെ നിലപാടാണ് പറയുന്നത്. ഞാൻ പറയുന്നത് DYFIയുടെ നിലപാടും MP എന്നുള്ള നിലയിൽ CPIM ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്, ഇടതുപക്ഷം സ്വീകരിക്കുന്നത് സുവ്യക്തമായൊരു നിലപാടാണ്. ആ നിലപാട് ആവർത്തിക്കുന്നു എന്നുള്ളൂ. പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടായ ഘട്ടത്തിൽ പ്രതികരണം നടന്നു എന്ന് മാത്രമാണ്. ഞങ്ങളുടെ പഴയ നിലപാടിൽ തന്നെ ഞങ്ങൾ നിൽക്കും. DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കൂടിയായ താങ്കൾ ഈ പാറ്റകളുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവിടെ പോകുമോ, അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഐക്യദാർഢ്യം എങ്ങനെയായിരിക്കും? ഉയർത്തുന്ന വിഷയം എല്ലാവരും യോജിക്കുന്നതാണല്ലോ. മുമ്പൊരിക്കൽ നിങ്ങളോട് സംസാരിച്ചതാണ് ഈ വിഷയത്തിൽ. അവർ നടത്തുന്നൊരു സമരമാണ്. ആ സമരത്തിൽ അവർ ഉയർത്തുന്ന പല മുദ്രാവാക്യങ്ങളോടും ഞങ്ങൾക്ക് ഐക്യദാർഢ്യമുള്ളതാണ്, യോജിപ്പുള്ളതാണ്. ആ മുദ്രാവാക്യങ്ങൾ പലതും ഞങ്ങൾ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. പിന്നെ പറയട്ടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പങ്കാളിത്തത്തിന് അവർ ഞങ്ങളോട് സമീപിച്ചിട്ടില്ല. എന്നാൽ വിദ്യാർത്ഥി സംഘടനകളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അതിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. യുവജന സെക്രട്ടറി എന്നുള്ള നിലയിൽ DYFIക്ക് അത്തരമൊരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അത് മാത്രമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുള്ളൂ, പോകണമോ വേണ്ടയോ എന്നുള്ളത്. എന്നാൽ അവരുടെ മുദ്രാവാക്യങ്ങളോട് ഞങ്ങൾക്ക് ശക്തമായ ഐക്യദാർഢ്യമുണ്ട്, പല മുദ്രാവാക്യങ്ങളും. അതുപോലെ SFIയുടെ, അതുപോലെ CPIയുടെ സമരം, കേരളത്തിൽ DYFIയുടെ സമരമുണ്ട്, ഈ SFIയുടെ സമരമുഖത്തൊക്കെ ബ്ലേഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. പുതിയൊരു സമരമുഖം SFI തുറക്കുകയാണ്. അല്ല, പോലീസ് ഈ കേരളത്തിൽ കാണുന്നത്, പോലീസ് ഇതുവരെ കാണാത്ത വിധമുള്ള മൃഗീയമായ വേട്ട വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുകയാണ്, യുവജനങ്ങൾക്കെതിരെ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം K. രാജനും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കിയതാണ്. വലിയ പകർച്ചവ്യാധികൾക്ക് പോലും കാരണമായേക്കാവുന്ന ചെളിവെള്ളം കൊണ്ടാണ് കുട്ടികൾ അഭിഷേകം ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇന്നലെ SFI വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയത് നരനായാട്ടാണ്. അപ്പോൾ അവർ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, അവർ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തോട്ടെ. ഒരു കാര്യം ഉറപ്പാണ്,
ഒരു പീഡനങ്ങളുടെ മുമ്പിലും ഒരു അക്രമത്തിൻ്റെ മുമ്പിലും സർക്കാരിനെതിരായ സമരങ്ങൾ പിന്നോട്ട് പോകില്ല.